എന്താ മോളെ മീനാക്ഷി ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്നും കേറിയില്ലേ? ഇല്ല, അതെന്താ ഇൻസ്റ്റാഗ്രാം ലീവാണ്? വെറുതെ കളിയാക്കലവി. എടാ ഇന്ന് ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്തില്ലേ? ഇല്ല, അതെന്താ? എന്റെ ഫോട്ടോനും ലൈക്കും ഷെയറൊന്നും ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യണേ നിർത്തി. അയ്യോ, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടത്. മീനാക്ഷി ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തെന്നോ അതിന് ഭയങ്കര റെസ്പോൺസ് ആണെന്നൊക്കെയാണല്ലോ കേട്ടത്. കളിയാക്കല്ലേ? താൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കയറി നോക്ക്. എങ്ങനെയുണ്ട്? അവി, യു ആർ സോ സ്വീറ്റ്. അതെനിക്കറിയാവുന്ന കാര്യമുണ്ടോ? അവി, ഞാൻ കാര്യം ചോദിച്ച ദേഷ്യം വരുമോ? എന്താണ്? അവി, എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണം. അവി എന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കോ? ഓക്കെ ഓക്കെ. ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ലെഫ്റ്റ് ക്ലിക്ക് കുറച്ച് കിട്ടിയോടെ ലൈറ്റ് ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് നീ ഐ ലെവലിൽ പിടിച്ചെടുക്കും. ഓക്കെ, നീ അവിടെ നീ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യടാ. കടിച്ചിട്ട് ചുച്ചു തിന്നോ തിന്നോ മുയ്യാനും തിന്നോട്ടാ. എവിടെ എടാ നീ DIGയുടെ പെർഫോമൻസ് ഒന്ന് കാണണ്ടായിരുന്നു. എടാ നീ സ്റ്റുഡിയോയിൽ വെച്ച് വിനോദന്റെ അടുത്ത് റേസ് ആപ്പില്ലേ, ഞാൻ ഒരു നിമിഷം വിചാരിച്ചു ആരാണ് ആക്ച്വലി മുതലാളി. പക്ഷെ സാമാട്ടോ സ്കോർ ചെയ്തത്. ലക്കി നീ ഭയങ്കര ഓവറായിരുന്നു. നീ എന്തിനാണ് സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഡയലോഗ് പറയുന്നത്? എങ്ങനെയാ പറഞ്ഞു? പാവപ്പെട്ട പിള്ളേരെ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാണെന്നൊക്കെ. അത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ. എന്നിട്ട് അതടക്കം ആ മണ്ടം വിശ്വസിച്ചു എന്നുള്ളതാണ്. ബസ് സ്റ്റാൻഡിൽ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് കൂടെ സെൽഫി ഒക്കെ എടുത്തിട്ടാണ് പോയത്. ഞാൻ സെൽഫിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഫീലിംഗ് പ്രൗഡ്. എന്ത് മനസ്സിലായി? അവന്റെ മെസ്സേജ് ആണ്. അല്ല, ഓഡിയോ ആണ്. എടാ ദീപു, ഞാനിവിടെ എത്തിയട്ടാ. എടാ രാജമോഹനെ വിളിക്കുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. പിന്നെ ഒരു കാര്യം പറയാം. എടാ തെണ്ടി ദീപു, നീ അവിടെ കിടന്ന് കാണിച്ച നാടകമൊന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും നാട്ടിൽ പോയതൊന്നും പറയാൻ പോകുന്നില്ല. നീ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടല്ലേ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, അത് പറയാതെ വയ്യ. നീ നാളെ സിനിമയിൽ വലിയ ആളാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ നീ എവിടെയൊക്കെ തോറ്റാലും ഒരിക്കലും ജീവിതത്തിൽ തോക്കൂല. തോക്കാൻ നിന്റെ കൂട്ടുകാർ സമ്മതിക്കില്ല. നിനക്ക് ജീവിതത്തിൽ കിട്ടിയ വലിയ സ്വത്താണ്. കോടികൾ കൊടുത്താലും കിട്ടില്ല ഇതുപോലത്തെ കൂട്ടുകാർ. ഒരിക്കലും വിട്ടുകളല്ലാടാ അവരെ. ഓട്ടറ പറ്റി ബൈ. ഇതെന്താ അറിയുന്നത്? നീ മുളക് അടിച്ച സെന്റിയ അവന് സമ്മതിക്കില്ലേ? ഓ, സെന്റി ആയതാണോ? ഇവനൊക്കെ ഓർത്ത് സെന്റിയ എന്നെ വേണം തന്നെ. ആണോ? എന്നാ ഒരെണ്ണം തരട്ടെ? വേണ്ട. ഇല്ലട ഒരെണ്ണം തരാടാ വെറുതെ. വേണ്ട, ചുമ്മാ. അല്ല അത് വേണ്ട. എന്നാലും അങ്ങനല്ല, അത് വേണ്ട. അത് അത് വേണ്ട.